പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു പുതിയ ദിനം കൂടി ദൈവം ദാനമായി നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പകലിലെ ചിന്തയ്ക്ക് ആധാരമായി മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം, അവൻ സകലവും നന്നായി ചെയ്തു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഗലീല കടൽപ്പുറത്ത് വെച്ച് വിക്കനും ചെകിടനുമായൊരു മനുഷ്യനെ സൗഖ്യമാക്കിയതിനോട് അനുബന്ധിച്ചുള്ളൊരു വാക്യമാണ് അവൻ സകലവും നന്നായി ചെയ്തു എന്നുള്ളത്. സകലത്തെയും നന്നായി ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. വേദപുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം മുതൽ ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവം നന്നായിട്ടാണ് ചെയ്യുന്നതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന സകലതും അതതിൻ്റെ സമയത്താണ് ഭംഗിയായി ചെയ്യുന്നത്. എല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. അപ്പോൾ തന്നെ അതതിൻ്റെ സമയത്താണ് ദൈവം എല്ലാം ചെയ്യുന്നത്. ദൈവം ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും നന്നായിട്ട് ദൈവം ചെയ്യുമ്പോൾ തന്നെ അതിന് ദൈവത്തിൻ്റെതായ ഒരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം വായിക്കുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ ആരാണ് പാപം ചെയ്തത്? യേശു അവരോട് പറഞ്ഞ മറുപടി, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടേണ്ടതിനത്രയെന്ന്. ദീർഘവർഷങ്ങളായി ആ മനുഷ്യൻ കുരുടനായി വഴിയരികിൽ ഭിക്ഷ യാചിപ്പാനുള്ള കാരണം, കാലങ്ങൾ കഴിഞ്ഞുപോയതിൻ്റെ കാരണത്തെക്കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തുന്നു. അവങ്കൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തേണ്ടതിനത്രയെന്ന്. ജീവിതത്തിൽ ഏതെങ്കിലും പ്രവൃത്തികൾ, ദൈവപ്രവൃത്തികൾ താമസിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, ദൈവപ്രവൃത്തിക്ക് ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അവൻ സകലവും അതതിൻ്റെ സമയത്ത് നന്നായി ചെയ്യുന്ന ദൈവമാണ്. പ്രിയരെ, നാം ചിന്തിക്കുന്ന സമയത്ത് ദൈവപ്രവൃത്തി നടക്കുന്നില്ലെന്ന് കണ്ട് ഭാരപ്പെടരുത്. ദൈവം ചെയ്യുന്നതെല്ലാം നന്നായിട്ടാണ് ദൈവം ചെയ്യുന്നത്. പെട്ടകത്തിൻ്റെ അകത്ത് പ്രവേശിച്ച നോഹയെയും കുടുംബത്തെയും അവനോട് കൂടിയുള്ള സകല ജീവജാലങ്ങളെയും ദൈവിക സമയമായപ്പോൾ ദൈവം ആരാരാത് പർവ്വത്തിൽ ഉറപ്പിച്ചതുപോലെ ദൈവിക സമയമാകുമ്പോൾ ദൈവമെല്ലാം ഭംഗിയായി ചെയ്ത് എല്ലാത്തിനും ദൈവികമായിരിക്കുന്ന പരിഹാരത്തെ ദൈവം വെളിപ്പെടുത്തും. നമുക്ക് പ്രത്യാശിക്കാം, നമുക്ക് വിശ്വസിക്കാം, കർത്താവ് സകലവും നന്നായി ചെയ്യുന്ന ദൈവമാണ്. എൻ്റെ ഭാവി, കുടുംബജീവിതം, സമസ്ത മേഖലകളെയും ദൈവം നന്നായിട്ട് ചെയ്യും. ആ കർത്താവിൽ പ്രത്യാശിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.